أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനം. ഈ സൂറത്തിലെ 32 മുതൽ 36 കൂടി 5 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. وقال الذين كفروا, സത്യനിഷേധികൾ പറയുന്നു, അല്ലെങ്കിൽ സത്യനിഷേധികൾ ചോദിക്കുന്നു, ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ, എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഇറക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഒറ്റ പ്രാവശ്യമായി ഒറ്റവട്ടത്തിൽ തന്നെ ഇറക്കാതിരുന്നത്? കദാലിക, അപ്രകാരം, ലിനുസബ്ബിത ബിഹി ഫുആദക, നിൻ്റെ ഹൃദയം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ ഹൃദയം ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം വറത്തൽനാഹു തർത്തീല, അത് ശരിയായ സാവകാശത്തോടു കൂടി അത് നാം പാരായണം ചെയ്ത് കേൾപ്പിക്കാനും വേണ്ടിയിട്ടാണ്. വളരെ സാവകാശത്തിൽ നന്നായി പാരായണം ചെയ്ത് കേൾപ്പിക്കാനും കൂടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. വലാ യഅ്തൂനക ബിമസലിൻ, അവർ ഒരു ഉദാഹരണവുമായി താങ്കളുടെ അടുത്ത് വരുന്നില്ല. ഇല്ലാ ജീനാക്ക ബിൽഹഖ്, നാം യാഥാർത്ഥ്യവുമായി നിന്നെ സമീപിച്ചിട്ടല്ലാതെ, വഹ്സന തഫ്സീറ, നല്ല വിശദീകരണം തന്നിട്ടുമല്ലാതെ. അല്ലെങ്കിൽ വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജീനാക്ക ബിൽഹഖ് വഹ്സന തഫ്സീറ, അവർ നിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഓരോ ഉദാഹരണത്തിനും ഏറ്റവും നല്ല രൂപത്തിലുള്ള വിശദീകരണവും അതുപോലെ തന്നെ യാഥാർത്ഥ്യവും നാം നൽകുന്നുണ്ട്. നാം നൽകിയിട്ടല്ലാതെ അവരതുമായി വരുന്നില്ല എന്നർത്ഥം. അല്ലദീന യുഹ്ശറൂന അലാ ജഹന്നമ അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ, അവരെ മുഖം കുത്തിക്കൊണ്ട് നരകത്തിൽ തെളിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. ഈ ആളുകളെ, ഇവരെ അല്ലദീന യുഹ്ശറൂന, അവർ ഒരുമിച്ച് കൂട്ടപ്പെടും, അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന്മേൽ അഥവാ മുഖം കുത്തിക്കൊണ്ട്, ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. ഉലായിക ശർറും മക്കാനൻ, അത് വളരെ മോശമായ സ്ഥലമാണ്. വഅളല്ലു സബീല, ഏറെ വഴിപിഴച്ചു പോയ ആളുകളുമാകുന്നു അവർ. അവരേറ്റവും പിഴച്ച ആളുകളുമാകുന്നു. വലഖദ് ആതൈന മൂസ, നാം മൂസ അലൈഹി ഇസ്ലാമിന്
മൂസ അലൈഹി ഇസ്ലാമിനെ നാം നൽകി അൽ കിതാബ ഗ്രന്ഥം. മൂസ അലൈഹി ഇസ്ലാമിന് നാം ഗ്രന്ഥം നൽകി. വജാൽന മാഹു അദ്ദേഹത്തിൻ്റെ കൂടെ നാം ആക്കിക്കൊടുത്തു അഹാഹു ഹാറൂന അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനെ വസീറ അദ്ദേഹത്തിന് സഹായിയായിട്ട് ഒരു വസീറായിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ നാം ഗ്രന്ഥം നൽകി അയച്ചു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനെ നാം അദ്ദേഹത്തിന് ഒരു സഹായിയായിട്ടും അയച്ചു കൊടുത്തു. ഫഖുൽന എന്നിട്ട് നാം അദ്ദേഹത്തോട് പറഞ്ഞു, നാം അവരോട് പറഞ്ഞു, ഇത് ഹബാ നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളൂ ഇല്ലൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയിട്ടുള്ള സമുദായത്തിൻ്റെ അടുത്തേക്ക്, സമൂഹത്തിൻ്റെ അടുത്തേക്ക്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ആളുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളൂ. എന്നിട്ട് ഫദ്ദമ്മർനാഹും തദ്മീറ പിന്നീട് നാം അവരെ ഒന്നാകെ നശിപ്പിക്കുകയും ചെയ്തു, പാടെ തകർത്ത് കളയുകയും ചെയ്തു. ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ഈ സമുദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അതിൽപ്പെട്ട 5ാമത്തെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഖുർആൻ കുറേശ്ശെയായിട്ട് ഇറക്കിയത്? ഒറ്റത്തവണയായിട്ട് ഇറക്കിക്കൂടായിരുന്നു? വഖാലല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആനു ജുംലത്തൻ വാഹിദത്തൻ. തൗറാത്ത്, അതേപോലെ ഇഞ്ചീൽ, ഇതൊക്കെ ഒറ്റത്തവണയായിട്ട് ഒന്നായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ഒന്നിച്ചിറക്കാതിരുന്നതെന്ന് അവർ ചോദിക്കാം. അവർക്ക് സംശയം ഉണ്ടായതുകൊണ്ടല്ല, സത്യവിശ്വാസികൾക്കിടയിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി. അതിന് കാരണമായി അള്ളാഹു പറഞ്ഞത് കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക, നിൻ്റെ ഹൃദയം ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ഇറക്കി കൊടുത്തത് ലിഖിത രൂപത്തിലായിരുന്നു, ഒരു പുസ്തകമായിട്ടായിരുന്നു. അദ്ദേഹത്തിനാകട്ടെ നന്നായി വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗ്രന്ഥമായിട്ടല്ല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതും വായനയും അറിയുകയും ചെയ്യില്ലായിരുന്നു. മാത്രമല്ല ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ജിബ്രീലുമായി മുഖാമുഖം സംസാരിക്കാനും മനസ്സിനൊരു ഉറപ്പ് കിട്ടാനും ഒക്കെ തന്നെ അതൊരുപാട് പ്രവാചകരെ തുണച്ചിട്ടുമുണ്ട്. അതാണ് നിൻ്റെ ഹൃദയം ഉറപ്പിച്ചു നിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് വറത്തൽനാഹു തർത്തീല, അത് സാവകാശം വളരെ നല്ല നിലയിൽ ഓതിപ്പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഈ വിശുദ്ധ ഖുർആന് പ്രത്യേക രീതിയിൽ പാരായണം ചെയ്യാൻ സാധിക്കും. അത് ഒന്നിച്ചായിരുന്നു ഇറക്കിയിരുന്നെങ്കിൽ അത് കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പഠിക്കാൻ കഴിയില്ല. അതേപോലെ ഓതുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അവർക്കത് ശരിയായ രൂപത്തിൽ മനസ്സിലാവില്ല. ഓരോ വിഷയങ്ങളും അവർക്കിടയിൽ വരുന്ന സമയത്ത് ആ വിഷയങ്ങളെ പരിഹരിച്ചുകൊണ്ട് പോകാനും ഇത് കുറേശ്ശെയായിട്ട് 22-23 വർഷങ്ങൾക്കിടയിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിത്തീരുന്നത്. അപ്പോൾ അത്രയും സമയം കിട്ടിയതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിനെ ദൃഢീകരിക്കാനും ആളുകൾക്ക് ഈ ഖുർആൻ കൊണ്ട് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സാധിക്കുന്ന ഒരേ സന്ദർഭത്തിലുള്ള 2 അവസ്ഥകൾ സംജാതമാക്കാൻ ഇതുകൊണ്ട് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് അല്ലാഹു ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരവായിട്ട് ഇങ്ങനെ വരുന്ന ആ കാര്യത്തിനെ സംബന്ധിച്ചാണ് പിന്നെ പറയുന്നത്, ഇന്ന വല യൗതൂനക ബിമസലിൻ, ഓരോ ഉദാഹരണമായിട്ട് വരും. ആ ഉദാഹരണം വരുന്ന സമയത്ത് ഇല്ല ജിനാക്ക ബിൽ ഹഖ്, യാഥാർത്ഥ്യം നാം നിൻ്റെ അടുക്കൽ കൊണ്ടുവരും. അവരോരോ ഉദാഹരണങ്ങൾ പറയും, നാം യാഥാർത്ഥ്യം താങ്കളെ പറഞ്ഞറിയിക്കും. അതുപോലെ തന്നെ വഹ്സന തഫ്സീറ, നല്ല തഫ്സീറും നല്ല വിശദീകരണവും. എന്തുകൊണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ വിശദീകരണം നാം നിനക്ക് നൽകുകയും ചെയ്യും. അവരുടെ സ്ഥിതിയോ അല്ലൈന യുഹ്ശറൂന അലാ വുജൂഹിഹിം, അവർ മുഖത്തിന്മേലായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. മുഖത്തിന്മേൽ എന്ന് പറഞ്ഞാൽ കാല് മേലോട്ടും തല കീഴോട്ടുമായ രൂപത്തിൽ അങ്ങനെയായിരിക്കും ഈ സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഹാജരാക്കുമായിരുന്നു.
ആ ഹാജരാക്കുന്ന സ്ഥലം മുലായിക്ക ഷർറും മക്കാനൻ, വളരെ മോശമായ സ്ഥലമായിരിക്കും. വാദലു സുബീല, അവരാകട്ടെ വഴിപഴച്ച ആളുകളുമാണ്. ആ നിലക്ക് അവരെ ഏറ്റവും മോശക്കാരായ രൂപത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജരാക്കുന്നത്. നരകത്തിൽ ഏറ്റവും മോശമായ സ്ഥാനത്തായിരിക്കും അവരെ ഹാജരാക്കുന്നത്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്കൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രബോധനമായി വന്നപ്പോൾ പ്രയാസങ്ങൾ നേരിട്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ആ തുടർച്ചയിൽ തന്നെ കുറച്ച് പ്രവാചകന്മാരുടെ ചരിത്രവും കൂടി ഇവിടെ അങ്ങോട്ട് പറയണം. വലഖദ് ആതൈനാ മൂസൽ കിതാബ, മൂസ അലൈഹി ഇസ്ലാമിനെ നാം ഗ്രന്ഥവുമായിട്ട് പറഞ്ഞയച്ചു. ഗ്രന്ഥം മാത്രമല്ല, അതായത് തൗറാത്ത് മാത്രമല്ല, വജാൽനാ മാഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചു, അഹാഹു ഹാറൂന വസീറ, അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഹാറൂനെ അയച്ചു. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ തന്നെ ആവശ്യപ്രകാരമായിരുന്നു അത്. എന്നെക്കാൾ അഫ്സഹമിനി, എന്നെക്കാൾ കൂടുതൽ ഫസീഹാണ് അദ്ദേഹം, കുറേ കൂടി ജനങ്ങളോട് സംസാരിക്കാനൊക്കെ കഴിയുന്നത്. എനിക്കാണെങ്കിൽ തന്നെ വായിലൊരു ചെറിയ ഒരു കെട്ടിക്കൊടുക്ക്, സംസാരിക്കാൻ വളരെ എളുപ്പം സാധിക്കാത്ത ഒരു പ്രയാസം, ഒരു കൊഞ്ഞി എനിക്കുണ്ട് എന്നും അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരനെ കൂടി അയക്കണമെന്നും മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തെ കൂട്ടിയിട്ട് രണ്ടുപേരെയും കൂടിയാണ് ഫിറോവിൻ്റെ അടുത്തേക്ക് ഹബ ഇലൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കളവാക്കിയ ഖൗമിൻ്റെ അടുത്തേക്ക്, അഥവാ കിബത്തികളുടെ അടുത്തേക്ക്, ഫറോവയുടെ അടുത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പോകണം. ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തവുമായിട്ട്, നമ്മുടെ തെളിവുകളുമായിട്ട്. അതിൽപ്പെട്ട ഒരു കാണുന്ന തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ വടി നിലത്തിട്ടാൽ പാമ്പാകുക എന്നുള്ളതും, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൈ കക്ഷത്തിൽ വെച്ചെടുക്കുമ്പോൾ മനോഹരമായ വെളിച്ചം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ, അതടക്കമുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആ ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷവും പിന്നീട് അവരെ വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ് ഫറോവയുടെയും അവരുടെ ആൾക്കാരുടെയും പക്കൽ നിന്നുണ്ടായത്. അപ്പോൾ ഫദമ്മർനാഹും തദ്മീറ, അവരൊന്നാകെ നാം പാടെ തകർത്തുകൾ, പിന്നീട് അവരെ നാം നശിപ്പിക്കുകയുണ്ടായി. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂനും ചെന്ന ഉടനെയല്ല നശിപ്പിക്കൽ നടന്നത്, ഏറെക്കാലത്തിന് ശേഷം അത് സംഭവിച്ചു. ആ സംഭവത്തെയല്ല, വിധിയെയാണ് ഇവിടെ അറിയിക്കുന്നത്. അവർക്കെന്ത് സംഭവിച്ചു? അവരെ പാടെ നശിപ്പിക്കപ്പെട്ടു. ഇവിടുന്ന് അങ്ങോട്ടും മറ്റ് പ്രവാചകന്മാരുടെയും ചരിത്രവും കൂടി ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.